ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെജിൻ കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്ക ഇറച്ചിക്കറിയാണ്. കക്കക്ക് എരുന്ത് എന്നുകൂടി പറയാറുണ്ട്. പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യം തന്നെ കക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഒരു 2-3 പ്രാവശ്യം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം ഇതൊരു പാത്രത്തിലിട്ട് അടുപ്പിൽ വെക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തോടൊക്കെ നന്നായിട്ട് തുറന്നു വരും. വെള്ളമൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, തോടൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കക്ക ഇറച്ചി എടുത്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ നീക്കം ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പിൽ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായി കിട്ടും. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്തായാലും കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നീട് 3 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കറിക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. പൊടികളൊന്ന് മൂത്തതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ തക്കാളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊടികൾ മൂട്ടി കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇതൊന്ന് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി തുറന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നാളികേരം അരച്ചെടുക്കാം. 1 കപ്പ് നാളികേരമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നാളികേരം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നാളികേരം അരച്ചത് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വാളംപുളി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വാളംപുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ മതിയാകും. പെട്ടെന്ന് തന്നെ പുളി പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഈ ടൈമിൽ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. അതിനുശേഷം വറുത്തിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാകും. പിന്നീട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4-5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഓൾ എന്നൊരു ഐക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം കേട്ടോ.
താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.